നമ്മോടൊപ്പം കോൺഗ്രസ് നേതാവ് ഡോക്ടർ ശൂരനാട് രാജശേഖരൻ, CPI നേതാവ് ശ്രീ വൈക്കം വിശ്വൻ, ശ്രീ ബിനോയ് വിശ്വം, BJPയിൽ നിന്ന് P. ശിവശങ്കർ, ദില്ലി യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായ ബെൻസ്റ്റൺ ജോൺ എന്നിവരാണ് പാനൽ ചർച്ചയിലേക്ക്. ആദ്യം കോൺഗ്രസ് നേതാവ് ഡോക്ടർ ശൂരനാട് രാജശേഖരൻ. ശ്രീ ശൂരനാട് രാജശേഖരൻ, നോക്കൂ, ഇവിടെ ഏറ്റവും തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ BJP ഏറ്റവും ശക്തമായി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒന്നാണ് രാജ്യസുരക്ഷ, സൈനിക സ്നേഹം, ഭീകരതയ്ക്കെതിരായ പോരാട്ടം എന്നിവയൊക്കെ. അതുമായി ബന്ധപ്പെടുത്തി ഒരുപക്ഷെ വിപ്ലവകരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ചില പ്രഖ്യാപനങ്ങൾ, വാഗ്ദാനങ്ങൾ നിങ്ങളുടെ പട്ടികയിലുണ്ട്. അതിലൊന്ന് കശ്മീരിലെ സൈനിക സാന്നിധ്യം കുറയ്ക്കും, സൈന്യത്തിൻ്റെ പ്രത്യേകാധികാരം അതിൻ്റെ വ്യാപ്തി കുറയ്ക്കും തുടങ്ങിയവയാണ്. രാജ്യദ്രോഹ കുറ്റം കാലഹരണപ്പെട്ടതാണെന്നും അത് ഒഴിവാക്കുമെന്ന് കൂടി നിങ്ങൾ പറയുന്നു. ഇപ്പോഴത്തെ ഒരു സവിശേഷ സാഹചര്യത്തിൽ എത്രത്തോളം രാജ്യത്ത് സ്വീകരിക്കപ്പെടുമെന്ന് നിങ്ങൾക്ക് ആത്മവിശ്വാസമുള്ളവയാണ് അവ? നിഷാദ്, കഴിഞ്ഞ 5 വർഷക്കാലത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രവർത്തനം കാശ്മീർ വിഷയത്തിൽ വിലയിരുത്തിയതിന് ശേഷമാണ് കോൺഗ്രസ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണമായത്. ഇന്നലെ പ്രകടന പത്രിക പ്രസിദ്ധീകരിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ ഓഫീസിനകത്ത് വെച്ച് തയ്യാറാക്കിയതല്ല, കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണത്തിൻ്റെ അനുഭവങ്ങൾ പൂർണ്ണമായി വിലയിരുത്തിയതിന് ശേഷം രാജ്യം മുഴുവൻ നടത്തിയ വിലയിരുത്തലുകളുടെയും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത്. കാശ്മീരിലെ കാര്യത്തിൽ ഇന്ത്യ മുഴുവൻ നാണക്കേടിലേക്ക് വന്ന ഒരു രംഗം ഞാൻ പറയാം. ഒരു സൈനിക വാഹനത്തിൻ്റെ മുമ്പിൽ ഒരു കാശ്മീരി യുവാവിനെ കെട്ടിവലിച്ചുകൊണ്ട് പോകുന്ന ചിത്രം കഴിഞ്ഞ 5 വർഷക്കാലത്തിനുള്ളിൽ നടന്നതാണ്. കോൺഗ്രസിൻ്റെ സർക്കാരിൻ്റെ കാലത്ത് 2 കാര്യമുള്ളത്. സൈന്യം അതിശക്തമായി നിൽക്കുമ്പോൾ തന്നെ ആ സൈന്യത്തിനെ കൊണ്ട് തന്നെ കാശ്മീരിലെ ജനങ്ങളുടെയും പാവപ്പെട്ട ചെറുപ്പക്കാരുടെയും വിദ്യാഭ്യാസപരമായും മറ്റു കാര്യത്തിനുമുള്ള ഉന്നതിക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു ഭാഷയായിരുന്നു കോൺഗ്രസ് ഇക്കണ്ട കാലം ഇത്രയും നടന്നു വന്നത്. നരേന്ദ്രമോദി വന്നപ്പോൾ അതങ്ങ് മാറ്റിവെച്ചിട്ട് സൈന്യത്തിൻ്റെ ശക്തിയാണ് ഏറ്റവും നല്ലത് എന്ന് കാണുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ഒരു ചെറിയ കണക്ക് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് തന്നെ പുറത്തുവിട്ട കണക്കാണ്. ഈ 5 വർഷക്കാലത്തിനുള്ളിൽ സൈനിക തീവ്രവാദി ആക്രമണം 177% വർദ്ധിച്ചു 5 വർഷക്കാലത്തിനുള്ളിൽ. അതോടൊപ്പം തന്നെ സൈനികരുടെ ദുരന്തമായ അപകടകരമായ മരണം, കൊലപാതകം 97% 5 വർഷം കൊണ്ട് വർദ്ധിച്ചു. 2 കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, ചരിത്രത്തിൽ ഒരിക്കൽ പോലും നീതീകരിക്കാവുന്ന മുന്നണി ബന്ധമല്ല കാശ്മീരിൽ നരേന്ദ്രമോദി ഒരു ഗവൺമെൻറ് ഒരു സ്റ്റേറ്റ് കൂടെ കിട്ടണമെന്ന് വിചാരിച്ച് PDPയുമായിട്ടുള്ള ബന്ധമുണ്ടാക്കിയത്. ഒരിക്കലും ചേരാവുന്ന കാര്യമല്ല. 2 തീവ്രവാദി സമൂഹങ്ങളെ രണ്ടും കൂടി ഒരുമിച്ച് ചേർത്ത് ഭരണം നടത്തുക ഒരു ഭാഗം. രണ്ടാമത്, സൈന്യത്തിൻ്റെ ശക്തിയാണ് നമ്മുടെ കരുത്ത്, അത് വെച്ച് അടിച്ചമർത്താം എന്നുള്ള നിലപാട്, ആ നിലപാടും അപകടകരമാണ്. ഇപ്പോൾ കോൺഗ്രസ് എന്താ പറയുന്നത്? കോൺഗ്രസ് ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എടുത്തത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തൊട്ട് ഇന്ദിരാഗാന്ധി വഴി നമ്മുടെ മൻമോഹൻ സിംഗ് വരെ നടപ്പാക്കിയ സൗഹൃദപരമായ ഒരു അന്തരീക്ഷം ഒരിക്കൽ പോലും ആ കാലങ്ങളിൽ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം ഇത്രയും ഭീകരമായിട്ടുണ്ടായിട്ടില്ല. ഉറിയിലും പത്താൻകോട്ടിലും നടന്ന സൈനിക കേന്ദ്രങ്ങളുടെ ആക്രമണം നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഡോക്ടർ ശൂരനാട് രാജശേഖരൻ, ഇപ്പോൾ ഈ കാര്യങ്ങൾ മാത്രമായി എടുത്താൽ ജിഹാദികൾക്കും മാവോയിസ്റ്റുകൾക്കും സഹായം ചെയ്തു കൊടുക്കും വിധമുള്ള പത്രികയാണ്, അങ്ങേയറ്റം അപകടകരമായ വാഗ്ദാന പത്രിക എന്നാണ് അരുൺ ജെയ്റ്റ്ലി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ പറയുന്നത്. നോക്കൂ, ഇവിടെ കശ്മീരിലെ ആർമി ഡിപ്ലോയ്മെൻറ്റ് പരമാവധി കുറയ്ക്കും, അതിർത്തിയിൽ കൂട്ടുമെന്നാണ് നിങ്ങളുടെ വാഗ്ദാനം. മറ്റൊന്ന്, പ്രത്യേക സൈനികാധികാര നിയമത്തിൽ ഇളവ് വരുത്തുമെന്നാണ്. ഏറെക്കാലമായുള്ളൊരു ആവശ്യങ്ങൾ കൂടി ഒന്നാണ്. അത് വേണ്ട എന്നാണ് സൈന്യത്തിൻ്റെ നിലപാടും എന്ന് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. രാജ്യദ്രോഹ കുറ്റം ഒഴിവാക്കുമെന്നത്, ഇവയൊക്കെ ഒഴിവാക്കാൻ നേരമായിരിക്കുന്നു എന്നതിന്മേൽ വളരെ കൃത്യമായൊരു പഠനം നടത്തി അത് ഒഴിവാക്കുകയും പകരം ഏർപ്പാടുകൾ കൊണ്ടുവരികയുമാണ് ഇനി ചെയ്യേണ്ടത് എന്നത് നിങ്ങൾ വളരെ കൃത്യമായൊരു സ്റ്റഡി നടത്തിയിട്ടുള്ളവയാണോ അതോ വിവിധങ്ങളായ അഭിപ്രായ രൂപീകരണം മാത്രമാണോ ഇത്തരം പ്രധാനപ്പെട്ട നയപരമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്? നിഷാന്ത്, ഞാൻ പറഞ്ഞു വന്നതും അത് തന്നെയാണ്. ഇന്നലെ കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞതും അത് തന്നെയാണ്. ഈ 5 വർഷക്കാലത്തെ കാശ്മീർ എന്ന് പറയുന്ന മർമ്മപ്രധാനമായ സ്ഥലത്ത് നരേന്ദ്രമോദിയുടെ വികലമായ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടാക്കിയത് സൈന്യത്തിനൊരു പങ്കും അവിടെ ഇല്ല. സൈന്യമല്ല ഒരു കാര്യവും പ്രഖ്യാപിക്കുന്നത്.
പ്രഖ്യാപിക്കുന്നത് ഇത്രയും നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയുടെ ചുറ്റുമുള്ള സുരക്ഷാ ഉപദേഷ്ടാക്കളുമാണ്. അത് വികലമായ പരിഷ്കാരമാണെന്ന് ഈ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വ്യക്തമായ പഠനം നടത്തി സൈനിക മേധാവികളും മുൻ സൈനിക മേധാവികളും മൻമോഹൻ സിംഗിനെ പോലെ പരിണിതപ്രജ്ഞരായ രാജ്യതന്ത്രജ്ഞന്മാരും എല്ലാം കൂടി ഒരു വർഷക്കാലത്തെ പഠനത്തിന് ശേഷമാണ് നരേന്ദ്രമോദി സർക്കാർ 5 വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കാശ്മീരിൻ്റെ വിഷയത്തിൽ കാതലായ മാറ്റമുണ്ടായേ മതിയാവും. പക്ഷേ അത് ദേശസുരക്ഷയെ ബാധിക്കാതെ തന്നെ ചെയ്യാനാണ് കോൺഗ്രസ് തീരുമാനമെടുത്തിട്ടുള്ളത്. നമുക്ക് കശ്മീരിലെ ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോവേണ്ടതുണ്ട്. ആ അനിവാര്യതയാണല്ലോ സമീപകാല സംഭവങ്ങളെല്ലാം നമ്മുടെ മുൻപിലേക്ക് വെച്ചു തരുന്നത്. അതുകൊണ്ട് കശ്മീരിനകത്ത് പൗരനെ ബുദ്ധിമുട്ടിക്കും വിധമുള്ള ആർമി ഡിപ്ലോയ്മെന്റ് തീവ്രത കുറയ്ക്കുക, അതിർത്തിയിൽ സുരക്ഷയ്ക്ക് വേണ്ടി സൈനിക വിന്യാസം കൂട്ടുക എന്നതാണ് നയം. ഒപ്പം ഒട്ടനവധി നിരപരാധികൾ പ്രയാസം അനുഭവിക്കുന്ന സെഡീഷൻ എന്ന് പറയുന്ന ഈ രാജ്യദ്രോഹ കുറ്റം ഒഴിവാക്കുക. ഒപ്പം ഈ ആർമിയുമായി ബന്ധപ്പെട്ടതല്ലാത്ത ഈ റോ അല്ലെങ്കിൽ IB പോലെയുള്ള രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ, രാജ്യത്തിൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവ്, ഇവരെയൊക്കെ നിയമനിർമ്മാണ സഭയുടെ ജനപ്രതിനിധി സഭയുടെ ഓഡിറ്റിന് കീഴിലേക്ക് കൊണ്ടുവരിക എന്നതൊക്കെ കോൺഗ്രസ് കാലാനുസൃതമായ ഒരു സമീപനം എന്ന നിലയ്ക്ക് മുന്നോട്ട് വയ്ക്കുന്നവയാണ്. നിങ്ങളതിനെ എന്ത് കാരണം ചൂണ്ടിക്കാട്ടിയാണ് എതിർക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഈ ചർച്ച ഒരു മാനിഫെസ്റ്റോൻ്റെ ആയതുകൊണ്ടും ബാക്കി ഒരുപാട് കാര്യങ്ങൾ മറ്റ് 55ഓളം പേജുള്ള കാര്യങ്ങളിൽ ബാക്കിയെല്ലാം ചർച്ച ചെയ്യുന്നതുകൊണ്ട് ഞാൻ ശൂരനാട് രാജശേഖരൻ സാറ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ആ സിസ്റ്റത്തിൽ നിന്ന് മാറാം. ഒന്ന്, അദ്ദേഹം പറയുന്നത് ഇവിടെ കാശ്മീരിലെ വിഷയത്തിൽ BJP സർക്കാർ കുറച്ചുകൂടി അഗ്രസീവായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ആകത്തുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകത്ത് തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീവ്രവാദ ആക്രമണങ്ങൾ ഏറ്റവും കൂടിയ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ തീവ്രവാദ പ്രശ്നങ്ങൾ കുറഞ്ഞത് എന്ന് ചോദിച്ചാൽ സോഫ്റ്റ് നേഷൻസ് എപ്പോഴും ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളുടെയും ഭീഷണിയിലായിട്ടുണ്ട്. ചൈന പോലെ, ഇന്ന് അമേരിക്ക പോലെ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ശക്തമായ നിയമ നടപടികളുള്ള രാജ്യങ്ങളിൽ മാത്രമാണ് അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് തീവ്രവാദ ഭീഷണിയിൽ നിന്നും കുറേയെല്ലാം അകലം പ്രാപിക്കുവാനും സ്വതന്ത്രമായി ജീവിക്കുവാനും ജനാധിപത്യ പ്രക്രിയ കൂടുതൽ നല്ല നിലയിലെത്തുവാൻ സാധിച്ചിട്ടുള്ളത് എന്ന് മാത്രം ഞാൻ അദ്ദേഹത്തിൻ്റെ അറിവിലേക്ക് വെക്കുന്നു. 2, ആർമിയുടെ കാര്യത്തിൽ അദ്ദേഹം ഒന്നും കൂടി ആർമിയുടെ വെബ്സൈറ്റൊക്കെ ചെക്ക് ചെയ്യണം. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഓരോ വർഷവും ഏതാണ്ട് 2000ഓളം ആളുകളെ എഞ്ചിനീയറിംഗും MBBSനും ട്രെയിനിങ് ചെയ്തുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ട്, അതിൽ മുഴുവൻ പേര് പാസ്സായി ഞാൻ പറയുന്നില്ല, ആർമിയുടെ കീഴിൽ ആർമിയുടെ വാഹനത്തിൽ അത് ചെയ്യുന്നു. ഏതാണ്ട് 20% ഗ്രോത്ത് ഇതിനകത്തുണ്ട് എന്നുള്ളതും കൂടി അദ്ദേഹത്തിനെ ഞാൻ വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. 3, ടാഡ പോലുള്ള നിയമങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്നത് രാജീവ് ഗാന്ധി സർക്കാരാണ്. അത് തകർത്തതും അതിനെ ദുർബലപ്പെടുത്തിയതും കോൺഗ്രസ് സർക്കാരാണ്. അത് കൂടാണ്ട് പോട്ടയും നിങ്ങൾ ദുർബലപ്പെടുത്തി. നിങ്ങളുടെ മൻമോഹൻ സിംഗ് തന്നെയാണ് പറഞ്ഞത് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് മാവോയിസ്റ്റ് ഭീകരതയാണ് എന്ന് പറഞ്ഞത് മൻമോഹൻ സിംഗ് തന്നെയാണ്. അതിനു വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണ നടപടികൾ ആരംഭിച്ചതും മൻമോഹൻ സിംഗ് തന്നെയാണ്. അതിൻ്റെ കണ്ടിന്യൂവേഷൻ മാത്രമാണ് BJP സർക്കാർ കൊണ്ടുവന്നത്. ഇതാണ് അതിൻ്റെ ഏതാണ്ട് രത്നച്ചുരുക്കം. അപ്പോൾ താങ്കൾ തന്നെ താങ്കളുടെ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും തള്ളിക്കളയുന്നത് ശരിയല്ല. മൻമോഹൻ സിംഗ് അധികാരത്തിലെങ്കിലും ആ പാർട്ടിയുടെ ഒരു ഡൈനാസ്റ്റിക് സ്വഭാവത്തിലേക്ക് ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ വരെ ചുരുങ്ങുന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ഇതത്ര ശുഭകരമല്ല. ഇതല്ലല്ലോ മാനിഫെസ്റ്റോയിലെ പ്രധാന കാര്യം. നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതും കാശ്മീർ പ്രശ്നമല്ലല്ലോ കേരളത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങൾ പറയുന്ന മറ്റ് സാമ്പത്തിക സഹകരണ കാര്യങ്ങൾ എന്തൊക്കെയാണ്? താങ്കൾക്കത് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? ഞാനൊരു ഏറ്റവും നല്ല തമാശ പറയാം. സാധാരണക്കാർ ജനങ്ങൾ, താങ്കളത് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പേജ് നമ്പർ 16, അതിലെ ലാസ്റ്റ് പോയിന്റ് നമ്പർ 19, എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കും. ഡോക്ടറെ, താങ്കൾക്കറിയാമല്ലോ ഇന്ത്യയിൽ ഏതാണ്ട് 700ഓളം ജില്ലകളുണ്ട്. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുമെന്നാണ് കോൺഗ്രസ് മാനിഫെസ്റ്റോ പറയുന്നത്. പോരാ, അവിടെയെല്ലാം വെറ്റിനറി യൂണിവേഴ്സിറ്റിയും കൂടെ സ്ഥാപിക്കും എന്നാണ് ആ പോയിന്റിൽ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ബാലിശമായ ഒരു മാനിഫെസ്റ്റോയിൽ ഒരാൾക്ക് എഴുതാൻ കൊള്ളാവുന്നതാണോ? എനിക്ക് തോന്നുന്നില്ല ഒരു സ്വബുദ്ധിയുള്ള ഒരാളും അങ്ങനെ എഴുതിപ്പിക്കുന്നു. ഓരോ ജില്ലകളിലും അഗ്രികൾച്ചറൽ വെറ്റിനറി യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് എത്ര
ഇത്ര ലക്ഷം കോടി രൂപ ചെലവാക്കും. ഒരു സർക്കാരിനെ കൊണ്ട് സാധിക്കുന്നതാണോ? അത് പ്രായോഗികമാണോ? അങ്ങനെ പ്രായോഗികമാണെങ്കിൽ അതിൻ്റെ വകയിരുത്തൽ എവിടെ നിന്ന് വരുത്തും? ഇത്തരത്തിൽ അപ്രായോഗികവും അബദ്ധവും അപകടകരവുമായ ഏറ്റവും വലിയ ഒരു വിഡ്ഢിത്തത്തിൻ്റെ ഒരു ടെക്സ്റ്റഡ് രൂപമാണ്, ഒരു പ്രിൻ്റഡ് രൂപമാണ് താങ്കളുടെ പാർട്ടി ഇറക്കിയത്. അതെനിക്കൊരു സാധാരണ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് പോലും അംഗീകരിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അത് വായിച്ചാൽ അത് മനസ്സിലാവും അതിൻ്റെ തെറ്റുകൾ. നിർബന്ധവശാൽ നിങ്ങളെല്ലാവരും വായിക്കണം. വായിക്കുമ്പോൾ മനസ്സിലാവും അത് പ്രാക്ടിക്കലാണോ ഇല്ലേ എന്ന്. ഇത്തരത്തിൽ ഓരോ പേജിലേക്കും നമുക്ക് കിടക്കാം. അതിൻ്റെ വേറൊരു പേജിൽ പറയുന്നത്, പേജ് നമ്പർ 20 പറയുന്നത് അതിൻ്റെ ഫിസിക്കൽ പ്രൂഡൻറ്റ്, അത് പൈലറ്റ് ടെസ്റ്റിംഗ് നടത്തും. താങ്കൾ തന്നെ പറഞ്ഞ ന്യായ് എന്നുള്ള BJP ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ഒരു പൈലറ്റ് പ്രോഗ്രാം, അത് പറയുന്നു 72,000 രൂപ 20% ദരിദ്രർക്ക് നൽകുമെന്ന് പറയുന്നുണ്ടല്ലോ. ഇന്ത്യയിലെ 20% വരുന്ന ദരിദ്രർക്ക് 72,000 രൂപ വെച്ച് നൽകിയാൽ 36,000 ലക്ഷം കോടി രൂപ അതല്ലേ വരുന്നത്? 3% ഫിസിക്കൽ ഡെഫിസിറ്റ് നിലനിർത്തിക്കൊണ്ട് എങ്ങനെ സാധിക്കും സാർ ഈ 36 ലക്ഷം കോടി രൂപ വരുമാനം വരുത്താൻ? ഇത് കൂടാണ്ട് തന്നെയാണ് പുതിയ ഒരു 4 ലക്ഷം പുതിയ തൊഴിൽ നൽകും, അതുപോലെ 20 ലക്ഷം അഡീഷണൽ സംസ്ഥാന ജനങ്ങളിൽ നിന്ന് തൊഴിൽ നൽകും. ഇതെല്ലാം കൂടെ കൂടിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ഏതാണ്ട് നമുക്കറിയാം അതിൻ്റെ ബഡ്ജറ്റ് എത്രയാണ്? 2,74,000 ലക്ഷം കോടി രൂപയാണ്. 27,84,00,000 കോടി രൂപയാണ് ബഡ്ജറ്റ്. അതിൻ്റെ കൂടെ ഈ ചെലവെല്ലാം വരുമ്പോൾ 10 ലക്ഷം കോടി രൂപയാണ് കൂടുതൽ വരുന്നത്. ഇവർ എക്കണോമിക്കലി ഫ്രം വേർ യു ഗെറ്റ് ദ മണി? ഇതൊന്നും കാണിക്കാണ്ട് എക്കണോമിക്കലി ദിസ് ഇസ് നോട്ട് എ ഡ്രാഫ്റ്റ്, നോട്ട് ഈവൻ അത്തരം പദ്ധതികൾ എങ്ങനെ പ്രായോഗികമാകും എന്നതിൽ കൂടി പ്രശ്നമുണ്ട്. അതായത് പ്രായോഗികമാക്കുമ്പോൾ പ്രശ്നമാകുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് പറയാനുണ്ട്, പ്രായോഗികമാക്കാൻ കഴിയാത്തതിനെ കുറിച്ചും ശിവശങ്കർ ചൂണ്ടിക്കാണിക്കുകയാണ്. ബിനോയ് വിശ്വം, ഈ പ്രകടന പത്രികയെ നിങ്ങൾ പൊതുവെ കാണുന്നത് എങ്ങനെയാണ്? ഇതിൽ തന്നെ ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ച കശ്മീരിൽ ഇപ്പോൾ സമാധാനമുണ്ടാക്കുന്നതിന് പ്രത്യേക സമിതിയെ രൂപീകരിക്കും, രഹസ്യാന്വേഷണ ഏജൻസികളെ പാർലമെൻറ്റിൻ്റെ കീഴിലാക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യദ്രോഹ കുറ്റം ഇല്ലാതാക്കും, അസ്പയുടെ തീവ്രത കുറയ്ക്കും എന്നതൊക്കെ ഒരു അസാധാരണമായ പ്രഖ്യാപനങ്ങൾ കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ നിന്ന് വരുന്നു എന്ന നിലയ്ക്ക് കാണണമല്ലോ. ഇതിനകത്ത് പല കാര്യങ്ങളും മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഒരുപക്ഷെ ഇടതുപക്ഷമൊക്കെ പറയുന്ന ഒരു സ്വഭാവത്തിൽ പുതിയ കാലത്തിൻ്റെ ഒരു ട്രെൻഡ് എന്നാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് ഈ പ്രകടന പത്രിക. എങ്ങനെയാണ് നിങ്ങളതിനെ പൊതുവെ നോക്കിക്കാണുന്നത്? കോൺഗ്രസ് കുറച്ചുകൂടി മാറി ചിന്തിക്കുന്നുണ്ട് എന്ന വിലയിരുത്തൽ പ്രാഥമികമായി ഉണ്ടോ? താങ്കളിപ്പോൾ എടുത്തു പറഞ്ഞ 2-3 കാര്യങ്ങൾ, ഒന്ന് ആസ്പ, രണ്ട് മനുഷ്യാവകാശ പ്രശ്നങ്ങളിലെ കാഴ്ചപ്പാട്, 3 ഈ രഹസ്യാന്വേഷണ ഏജൻസികളെ പാർലമെൻറ്റിൻ്റെ കീഴിലാക്കൽ, അത്തരം കാര്യങ്ങളെല്ലാം ഈ മാനിഫെസ്റ്റോയിലെ പൊതു അപ്രോച്ചിനോട് ജനാധിപത്യ ബോധമുള്ളവർക്ക് ആർക്കും വിയോജിക്കാൻ പറ്റില്ല. പക്ഷെ അതിലേക്ക് മാത്രം ഈ ചർച്ച ഒതുങ്ങാൻ പാടില്ല എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഇവിടെ കോൺഗ്രസിൻ്റെയും BJPയുടെയും ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ പറഞ്ഞപ്പോൾ കാര്യം വ്യക്തമായി. ഈ 2 പാർട്ടികളും അവരുടെ മാനിഫെസ്റ്റോയെ കാണുന്നത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കെട്ട് കടലാസുകൾ മാത്രമായിട്ടാണ്. അല്ലാതെ നടപ്പിലാക്കാൻ വേണ്ടിയോ ജീവിതത്തിൻ്റെ പൊതുഗതിയെ മാറ്റിക്കുറിക്കാൻ വേണ്ടിയോ രാജ്യതാൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയോ ഉള്ള കാര്യങ്ങളൊന്നും അടങ്ങുന്നതായിരിക്കണം ഈ മാനിഫെസ്റ്റോ എന്ന് കോൺഗ്രസും ചിന്തിക്കുന്നില്ല, BJPയും ചിന്തിക്കുന്നില്ല. മുമ്പ് BJP കാണിച്ചതെല്ലാം ഇപ്പോൾ കോൺഗ്രസ് ആവർത്തിക്കുകയാണ്. അതിനു മുമ്പ് കോൺഗ്രസ് കാണിച്ചതെല്ലാം BJP ആവർത്തിക്കുകയായിരുന്നു. ഈ 2 പാർട്ടികൾക്കും പാവപ്പെട്ട ജനങ്ങളും ജനതാൽപര്യങ്ങളും എന്താണെന്ന് വെച്ചാൽ പാലം കടക്കുവോളം ജനങ്ങൾ, പാലം കടക്കുവോളം ദേശീയ താല്പര്യങ്ങൾ, പാലം കടക്കുവോളം പാവപ്പെട്ടവരുടെ കഷ്ടപ്പാടുകൾ, അതെല്ലാം പാലം കടന്നാൽ BJPക്കും കോൺഗ്രസിനും ജനങ്ങൾ നാരായണയല്ല, ജനങ്ങൾ കൂരായണയാണ്. അത് BJP മാനിഫെസ്റ്റോ എങ്ങനെയാണ് വ്യക്തമാക്കിയത് അതുപോലെ തന്നെ കോൺഗ്രസ് മാനിഫെസ്റ്റോയും വ്യക്തമാക്കുന്നു. ഈ 2 പാർട്ടികൾക്കും ജനങ്ങൾ വെറും വോട്ട് കൊത്താൻ വേണ്ടി മാത്രമുള്ള ഉപകരണങ്ങൾ മാത്രമാണ്. ആ വോട്ടിന് വേണ്ടി ജനങ്ങളെ കബളിപ്പിക്കാനുള്ള കാപട്യങ്ങൾ ഒളിച്ചു വയ്ക്കപ്പെട്ട ഒരു രേഖ മാത്രമാണ് 2 മാനിഫെസ്റ്റോകളും. അതിൻ്റെ മൗലികമായ അപ്രോച്ച് അത് തന്നെയാണ്. BJP ജനങ്ങളെ കബളിപ്പിക്കാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കോൺഗ്രസ് വേറൊരു ഭാഷയിൽ ആവർത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഈ പറയുന്ന തൊഴിലവസരങ്ങളും ഈ പറയുന്ന ന്യായം അത്തരം കാര്യങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികമായ അടിത്തറയിൽ അല്ല അത് വന്നിരിക്കുന്നത്. അത് ജനങ്ങളുടെ മുമ്പിൽ ഒരു വലിയ ചിത്രമുണ്ടാക്കാൻ വേണ്ടി, ശോഭനമായ ഒരു ഭാവിയെ പറ്റിയുള്ള വാഗ്ദാനം കൊടുക്കാൻ വേണ്ടി
ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നടപ്പിലാക്കാൻ കോൺഗ്രസ് ഉദ്ദേശിക്കാത്ത കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, ബിനോയ് വിശ്വം, ഇവിടെ പ്രകടന പത്രികയുടെ പ്രയോഗ സാധ്യതയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാ പാർട്ടികളിന്മേലും ആക്ഷേപം ഉന്നയിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ചരിത്രം അതാണ് നമ്മോട് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നോക്കൂ, പൊതുമേഖലയിൽ 34 ലക്ഷം തൊഴിലുകൾ സൃഷ്ടിക്കും, സംസ്ഥാനങ്ങളിലെ 20 ലക്ഷം ഒഴിവുകൾ നിവർത്താൻ സമ്മർദ്ദം ചെലുത്തും, നോട്ട് നിരോധനത്തിന്റെയും GST-യുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കും, കാർഷിക കടം തിരിച്ചടയ്ക്കാത്തത് ക്രിമിനൽ കുറ്റമല്ലാതാക്കും, പൗരത്വ ഭേദഗതി ബില്ല് പുനഃപരിശോധിക്കും തുടങ്ങിയിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ മനുഷ്യാവകാശ പ്രശ്നങ്ങളിൽ എടുക്കുന്ന സമീപനമായാലും കശ്മീരിലെ ആർമി ഡിപ്ലോയ്മെൻറ്റ് മൂലം അവിടുത്തെ ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടായാലും എല്ലാ കാര്യത്തിലും നമ്മൾ നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ മനസ്സിലാക്കാൻ, അതിനെ അഡ്രസ്സ് ചെയ്യാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന നിലയിൽ അതിനെ കാണുന്നുണ്ടോ? അതിന് ഈ പറയുന്ന വാഗ്ദാനങ്ങളൊന്നും ഫലവത്താക്കാൻ അവർക്ക് കഴിയില്ല, അല്ലെങ്കിൽ അവരുടെ ചരിത്രവും ആ വാഗ്ദാന ലംഘനത്തിൻ്റെതാണ് എന്ന് പറയാമെങ്കിലും നിലവിൽ എന്താണോ ഇന്ത്യ പ്രധാനമായും ആവശ്യപ്പെടുന്നത് അതിലേക്ക് നോക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് കാണുന്നുണ്ടോ താങ്കൾ? തിരഞ്ഞെടുപ്പ് വേളയിൽ മുന്നോട്ട് വയ്ക്കുന്ന ഈ പറയുന്ന മാനിഫെസ്റ്റോയുടെ മാത്രം വെളിച്ചത്തിൽ ഒരു ബൂർഷ്വാ പാർട്ടിയുടെയും നയങ്ങളെ വിലയിരുത്താൻ കഴിയില്ല. ആ പാർട്ടികൾക്കുള്ള ജനങ്ങളുമായുള്ള ബന്ധത്തിൻ്റെ സ്വഭാവം നിർണ്ണയിക്കാൻ ഒരു മാനിഫെസ്റ്റോയും ഇന്നോളം ഒതുങ്ങിയിട്ടുമില്ല. ഈ വിമർശനം BJPക്കും ബാധകമാണ്, ഇത് കോൺഗ്രസിനും ബാധകമാണ്. ഈ രണ്ട് പാർട്ടികളെയും നിയന്ത്രിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ താല്പര്യങ്ങൾ വേറെയാണ്. ജനങ്ങളെ പിഴിയുന്ന, ജനങ്ങളെ കൊള്ളയടിക്കുന്ന, സമ്പത്ത് കേന്ദ്രീകരിക്കുന്ന വൻകിടക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ പാർട്ടികൾ, അവരുടെ സാമ്പത്തിക ആസ്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി വഴിവിട്ട് പ്രവർത്തിച്ച രണ്ട് പാർട്ടികൾ. കോൺഗ്രസ് പ്രവർത്തിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു, BJPയും അങ്ങനെ തന്നെയായിരുന്നു. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി രാജ്യം ഭരിക്കുന്ന ഈ പാർട്ടികൾക്ക് അധികാരം കൈക്കലാക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ വോട്ട് വേണം. ജനങ്ങളിലെ ഭൂരിപക്ഷം പേരും പാവങ്ങളാണ്. അതുകൊണ്ട് മാനിഫെസ്റ്റോയിൽ അവർക്ക് പാവങ്ങളെ മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് എങ്ങനെ പാവങ്ങളെ തങ്ങൾ പരിഗണിക്കുന്നു, പാവങ്ങളെ സ്നേഹിക്കുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള മത്സരമാണ്. ഓക്കെ, പാവങ്ങളെ പരിഗണിക്കുന്നു എന്ന പ്രതിച്ഛായ ഉണ്ടാക്കൽ മാത്രമാണ് ഇതുവഴി ലക്ഷ്യമാക്കുന്നതിനപ്പുറത്തേക്ക് ആത്മാർത്ഥമായ ഇടപെടൽ ഉണ്ടാവില്ല എന്നാണ് ശ്രീ ബിനോയ് വിശ്വത്തിന്റെ വിമർശനം. ബെൻസ്റ്റൺ ജോൺ, താങ്കൾ എങ്ങനെയാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ കാണുന്നത്? രാഹുൽ ഗാന്ധി പറയുന്നത് 24 സംസ്ഥാനങ്ങളിൽ നിന്നായി 120-ലധികം ചർച്ചകൾ നടത്തി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പത്രികയാണ് ഇത് AC റൂമിലിരുന്ന് ഞങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്ത ഒന്നല്ല എന്ന് അദ്ദേഹം പറയുന്നു. പൊതുവെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ നിന്ന് ഒരു അസാധാരണത്വം ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ടോ? അപ്രതീക്ഷിതമായ പല സംഗതികളുമുള്ള ഒന്ന് എന്ന് കാണുന്നുണ്ടോ? ഇതിനകത്ത് തന്നെ പ്രയോഗ സാധ്യത തീരെ കുറഞ്ഞവ നിരന്തരമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന നിരവധി സംഗതികളുണ്ട്. അത് നിൽക്കെ തന്നെ എങ്ങനെയാണ് പൊതുവെ ഇതിനെ എടുക്കാൻ കഴിയുക? ഇവിടെ 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്ന്, ഇന്ത്യ ഇപ്പോൾ നേരിടുന്ന പല പ്രശ്നങ്ങളെയും വ്യക്തമായി മനസ്സിലാക്കുവാൻ ഈ ഒരു മാനിഫെസ്റ്റോയ്ക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം സാധിച്ചിട്ടുണ്ട് എന്നായിരിക്കും. മാനിഫെസ്റ്റോ എന്നുള്ള രീതിയിൽ ഞാനൊരു ഡോക്യുമെന്റിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഡോക്യുമെന്റിൽ ലേ ഔട്ട് ചെയ്തിരിക്കുന്ന കോർ ഇഷ്യൂസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമത് പോവേർട്ടി നേരിടാനുള്ള കുറേ സ്റ്റെപ്സ്, ഫാമർ ഇഷ്യൂസ് നേരിടാനുള്ള കുറച്ച് സ്റ്റെപ്സ്, അതിനുശേഷം അൺഎംപ്ലോയ്മെന്റ് നേരിടാനുള്ള സ്റ്റെപ്സ്, ഹെൽത്ത് സെക്ടറിലെ ഇഷ്യൂസ് നേരിടാനുള്ള കുറേ സ്റ്റെപ്സ്, പിന്നെ അതിന് കുറേ സെറ്റ് ഓഫ് പ്രോമിസസ്. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും റെവല്യൂഷണറി ആയിട്ട് നമുക്ക് തോന്നുന്നത് ഒരു വൈഡ് സ്പ്രെഡ് ഫിയർ ഉണ്ട് എല്ലാവരുടെയും മനസ്സിൽ. അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുവാൻ, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുവാനൊക്കെ ഉള്ള ഒരു ഫിയർ എന്നൊരു രീതിയിലുള്ള എൻവയൺമെന്റ് ഉണ്ടെങ്കിൽ അതിന് വയ്ക്കുന്ന ചില പ്രത്യേകമായ പ്രപ്പോസൽസ്. അപ്പോൾ ഇത് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു റൈറ്റ് ഡോക്യുമെന്റ് ആണ്, ബട്ട് അറ്റ് ദ റോങ് ടൈം എന്ന് ഞാൻ പറയും. അതിലേക്ക് ഞാൻ ഒരു 2 മിനിറ്റിനുള്ളിൽ എത്താൻ സാധിക്കും. പക്ഷേ ഇവിടെ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായും കോൺക്രീറ്റുമായിട്ടുള്ള ചില പോളിസി പ്രിസ്ക്രിപ്ഷൻസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസിനോട് നമ്മൾ വിയോജിച്ചേക്കാം. ഇപ്പം ന്യായ് പോലൊരു സ്കീമിനെ തോമസ് പിക്കറ്റി പോലുള്ളവരെ കൺസൾട്ട് ചെയ്തു എന്നാണ് കോൺഗ്രസ് ക്ലെയിം ചെയ്തത്. തോമസ് പിക്കറ്റി തന്നെ അത് അഡ്മിറ്റും ചെയ്തിട്ടുണ്ട്. പക്ഷെ പിക്കറ്റിയൊക്കെ ഇനിക്വാലിറ്റി കുറയ്ക്കണം എന്നുള്ള രീതിയിൽ വളരെ വ്യക്തമായ അഭിപ്രായങ്ങളുള്ള ആളുകളാണ്. പക്ഷെ അത് ഏത് രീതിയിൽ കുറയ്ക്കണം എന്നതിനും വളരെ വ്യക്തമായ അഭിപ്രായം തോമസ് പിക്കറ്റിയെ പോലുള്ള ആളുകൾക്കുണ്ട്. അദ്ദേഹം വളരെ ശക്തമായ ഒരു വെൽത്ത് ടാക്സിന് വേണ്ടി, റിച്ചിനെ ടാക്സ് ചെയ്ത് പൂവറിന്
കൊടുത്ത് ഗ്യാപ്പ് കുറയ്ക്കുവാൻ വേണ്ടി വളരെ നാളുകളായി നിലകൊള്ളുന്ന ഒരു ഇക്കോണമിസ്റ്റ് ആണ്. അപ്പോൾ അത്തരത്തിലൊരു പോളിസി ആണോ രാഹുൽ ഗാന്ധിയും കൂട്ടരും ഒരു ബേസിക് ഇൻകത്തിന് വേണ്ടി റിസോഴ്സസ് കണ്ടെത്താൻ വേണ്ടി എടുക്കാൻ പോകുന്നു എന്നുള്ളതിന് ഒരു വ്യക്തതയുണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ അത്ര വലിയൊരു ഭാരമാണ് ഇവർ ഈ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഒരു മിനിമം ഇൻകം സ്കീം എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അത്ര ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ മറ്റുള്ള പല രീതിയിലുള്ള വേസ്റ്റേജസും നോക്കിക്കഴിഞ്ഞാൽ അത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഫാമർ ഇഷ്യൂസിലോട്ട് വരുമ്പോൾ നമ്മൾ വിയോജിച്ചേക്കാം. ഒരു പക്ഷേ ഫാമർ സംഘടനകളുടെ കർഷകരുടെ സംഘടനകളുടെ ഡിമാൻഡ് പോലും ഒരു പരിധി വരെ മാത്രമേ മീറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുള്ളൂ. എങ്കിലും ഒരു സെപ്പറേറ്റ് കാർഷിക ബജറ്റ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ലോങ് ടേമിൽ കാർഷിക മേഖലയ്ക്ക് വളരെ വ്യക്തമായ രീതിയിൽ ശ്രദ്ധ കിട്ടുവാൻ ഒരു പക്ഷേ നടന്നാൽ സാധിച്ചേക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. പോപ്പുലിസ്റ്റ് മെഷേഴ്സിന് മാത്രമാണ് മീഡിയയും നമ്മളൊക്കെ എപ്പോഴും പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത്. പക്ഷേ അതിന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ 12ാം ക്ലാസ് വരെ നീട്ടുവാനുള്ള ഒരു പ്രപ്പോസൽ, അങ്ങനെ വളരെ നമ്മൾ അധികം ശ്രദ്ധിക്കാത്തതും ആയിട്ടുള്ള കുറെ പ്രപ്പോസൽസ് ഉണ്ട്. ആർട്ടിസ്റ്റ് ഫ്രീഡം, പ്രസ് ഫ്രീഡത്തിന് വേണ്ടി, സെഡിഷൻ ലോ, ഡിഫമേഷനെ ഒരു ക്രിമിനൽ ഇതാക്കി മാറ്റാതെ ഒരു സിവിൽ കുറ്റമാക്കി മാറ്റുക എന്നുള്ള വളരെ ശ്രദ്ധേയമായ റെവല്യൂഷണറി ആയിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇതിന്റെ പ്രശ്നങ്ങൾ? ഈ ഒരു വൈ ഡിഡ് ഐ സേ ദാറ്റ്സ് എ റൈറ്റ് ഡോക്യുമെന്റ് അറ്റ് ദ റോങ് ടൈം? ഒന്നാമത്തെ പ്രശ്നം ഇതിന്റെ ടൈമിംഗ്. ഇത് ഫസ്റ്റ് ഫേസ് പോകുന്നതിന് മുമ്പ് 10 ദിവസം മുമ്പ് മാത്രമാണ് ഈ ഒരു ബജറ്റ് ഇവിടെ വെക്കുന്നത്. അപ്പോൾ BJP-യുടെ ഇത് വന്നിട്ടില്ല, ഈ ഒരു പ്രപ്പോസൽസ് ഇവിടെ വെക്കുന്നത്, BJP-യുടെ ഇത് വന്നിട്ടില്ല എന്നൊരു ആർഗ്യുമെന്റ് ഇവിടെ ഉയർന്നാൽ തന്നെയും ഇത് ദ ഓണസ് ഇസ് ഓൺ ദി ഓപ്പോസിഷൻ. BJP വിൽ ബി ജഡ്ജ്ഡ് ഓൺ ഗവേണൻസ്. ബാക്കിയുള്ളവർക്ക് ഇവിടെ ഓഫർ ചെയ്യാനുണ്ടായിരുന്നത് ബാക്കിയുള്ളവർക്കാണ്. അവിടെ ടൈമിങ്ങിൽ അവർ മിസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സാധനത്തിന്റെ സെക്കൻഡ് ഫാക്ടർ ബിക്കോസ് ദ റീച്ച്, ഈ ടൈമിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ റീച്ച് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ ഈ പ്രോമിസസ്, ഫാമേഴ്സിനുള്ള പ്രോമിസസ് പോലും എങ്ങനെ സാധാരണക്കാരുടെ ഒരു കർഷകരുടെ മുന്നിൽ കോൺഗ്രസ് എത്തിക്കും ഇനിയുള്ള ലിമിറ്റഡ് സമയത്തിൽ എന്നുള്ളത് വളരെ നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെയും ഒരു പ്രശ്നം വന്നതിലുണ്ട്. സോ ഫസ്റ്റ് ഇസ് ടൈമിംഗ്, സെക്കൻഡ് ഇസ് റീച്ച്, തേർഡ് ഇസ് ഒരുപാട് പേര് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ക്രെഡിബിലിറ്റി ഇഷ്യൂ ഉണ്ട് ഇവിടെ. കോൺഗ്രസിന് ഒരു ക്രെഡിബിലിറ്റി ഇഷ്യൂ ഉണ്ട്. കാരണം ഈ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ചെയ്ത് കണ്ടിട്ടില്ല. സെഡിഷൻ ആദ്യമായിട്ട് ഉപയോഗിച്ചതും ഇത്ര ആളുകളെ ഹണ്ട് ചെയ്തതൊന്നും BJP ഒന്നും അല്ല ആദ്യമായിട്ട്. ഇത് സെഡിഷൻ കോൺഗ്രസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഡിഫമേഷൻ കോൺഗ്രസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഇപ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞ 3 പ്രധാനപ്പെട്ട പ്രതിസന്ധികളുണ്ട്. അതിൽ തന്നെ മൂന്നാമത്തെ പ്രതിസന്ധി എടുത്താൽ അത് കോൺഗ്രസ് ഇതിന് മുൻപ് തന്നെ ഇതിന്റെ എല്ലാം പീക്കിലേക്ക് പോയിട്ടുള്ളവരാണ് എന്നതുകൊണ്ട് ഇത്തവണ അവരത് പറയുമ്പോൾ എങ്ങനെ വിശ്വസിക്കുമെന്ന ചോദ്യമാണ് താങ്കൾ ചോദിക്കുന്നത്. പക്ഷേ ഇത്തവണ രാഹുൽ ഗാന്ധി എന്ന പുതിയ നേതാവാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടാനിടയുണ്ടല്ലോ. കാരണം രാഹുൽ ഇത്തരം പ്രശ്നങ്ങളെല്ലാം വളരെ പോസിറ്റീവായി സമീപിക്കുന്നുവെന്ന പ്രതിച്ഛായ ഉണ്ടാക്കുന്നു. അതിനുശേഷം ഇത്രയധികം വിപുലമായ ചർച്ചകൾ നടത്തുന്നു. അതിനുശേഷം ഇത്തരം വാഗ്ദാനങ്ങളുമായി വരുന്നു. അപ്പോൾ പുതിയ ആളാണിത് പറയുന്നത് എന്ന അഡ്വാൻറ്റേജ് കിട്ടുമോ? മറ്റൊന്ന്, ഈ റോങ് ടൈം എന്ന് താങ്കൾ പറയുന്നതിൻ്റെ കൂടെ ഞാനൊരു കാര്യം കൂടി ചേർക്കട്ടെ. നമുക്കറിയാം ഈ ഭീകരത, സൈനിക സ്നേഹം എന്നിവയൊക്കെ വലിയ തോതിലുള്ള ചർച്ചയാക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ അതിനൊരു സ്വീകാര്യത കിട്ടുന്ന അതിവൈകാരികതയുടെ നാടുകൂടിയാണ് നമ്മുടേത്. അവിടെയാണ് ഈ പറഞ്ഞ സെഡീഷൻ്റെ കാര്യം വരുന്നത്, അഫ്സ്പ വരുന്നത്, കശ്മീരിലെ ആർമി ഡിപ്ലോയ്മെൻറ്റ് വരുന്നത്. ഇതൊക്കെ ബാക്ക്ഫയർ ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ഉപയോഗപ്പെടുത്താൻ BJP ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അത് കോൺഗ്രസിന്റെ കമ്മ്യൂണിക്കേഷൻ മികവ് പോലെ തന്നെ ഇരിക്കും. കാരണം ആഫ്സ്പെനെ കുറിച്ച് ഇപ്പോൾ BJP-യുടെ അരുൺ ജെയ്റ്റ്ലിയുടെ ഒക്കെ ഫസ്റ്റ് റിയാക്ഷൻസ് എനിക്ക് വളരെ കോൺട്രഡിക്ടറി ആയിട്ടാണ് തോന്നുന്നത്. 2014 നിയമസഭ ജമ്മു ആൻഡ് കശ്മീർ നിയമസഭാ ഇലക്ഷനിലെ BJP-യുടെ വ്യക്തമായ വാഗ്ദാനമായിരുന്നു ഞങ്ങൾ അധികാരത്തിൽ വന്ന ഇവിടെ ആഫ്സ്പെയുടെ ആവശ്യം ഉണ്ടാകത്തില്ല, ആഫ്സ്പെ ഞങ്ങൾ റിമൂവ് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ആഫ്സ്പെ അവിടെ റിമൂവ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ രാഹുൽ ഗാന്ധി പറയുന്ന ആഫ്സ്പെയിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് മാത്രമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കോൺട്രഡിക്ഷൻസ് ഒക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് വ്യത്യസ്തമാണ്. ഇത് കോൺഗ്രസിന് താഴേക്കിടയിലേക്ക് എത്തിക്കുവാൻ ഈ മെസ്സേജ് സാധിച്ചിട്ടില്ല എങ്കിൽ ഇത്തരത്തിലുള്ള എന്ത് വലിയ പ്രപ്പോസൽസ് വന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവിടെയാണ് BJP-യുടെ ഓർഗനൈസേഷണൽ സ്ട്രെങ്തും അവരുടെ ഹാർഡ് വർക്കും കോൺഗ്രസിന്റെ ലേസിനെസ്. അതൊരു രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായ മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ 5 വർഷത്തിനിടയിൽ. ഒരുപാട് ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ താഴേക്കിടയിലുള്ള ഈ പല മെസ്സേജസ് എത്തിക്കാനും ഈ ലീഡർഷിപ്പിന്റെ സ്ട്രക്ചറൽ ഡിഫോൾട്ട്സ് മാറ്റുവാനും സാധിച്ചിട്ടുമില്ല. അത് കൂടുതൽ വേഴ്സ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ബാലക്കോട്ട് ഇങ്ങനെ നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് ഇങ്ങനെ പലയിടത്തും കണ്ടപ്പോൾ രാഷ്ട്രീയത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്ന ഒരു കാര്യം പറയുക മാത്രമല്ല, അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അത് ബോധ്യപ്പെടുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക, തങ്ങൾ പറയാനുള്ള കാര്യം ബോധ്യപ്പെടുന്ന സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നത് പ്രധാനമാണ്. ഡോക്ടർ ശൂരനാട് രാജശേഖരൻ അദ്ദേഹം പറഞ്ഞുവല്ലോ, നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന സമീപനമുണ്ട് എന്നത് പോസിറ്റീവാണ്.
ആ നിലയ്ക്ക് അങ്ങനെ എടുക്കുന്നു. പക്ഷേ കോൺഗ്രസിനെ എങ്ങനെ വിശ്വസിക്കുമെന്ന ബിനോയ് വിശ്വത്തിൻ്റെ ചോദ്യത്തിനും സാധുതയുണ്ട് എന്നതാണ് നിങ്ങളുടെ മുൻപിലുള്ള പ്രധാന പ്രതിസന്ധി. പ്രസ് ഫ്രീഡത്തിൻ്റെ കാര്യമായാലും കൊള്ളാം, ഈ പറയുന്ന രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ കാര്യമായാലും കൊള്ളാം, അതിൻ്റെ എല്ലാം മാക്സിമത്തിലേക്ക് പോയ ചരിത്രം നിങ്ങൾക്കുണ്ട്. അഴിമതിയുടെ കാര്യമെടുക്കാം, കർഷകരുമായിട്ട് ബന്ധപ്പെട്ട സകല പ്രശ്നങ്ങളിലേക്കും വിരുദ്ധ നിലപാട് സ്വീകരിച്ച വാഗ്ദാന ലംഘനം നടത്തിയ ചരിത്രം കൂടി നിങ്ങൾക്കുണ്ട് എന്നത് നിങ്ങളെ തിരിഞ്ഞുകൊത്തുമോ ഇവിടെ? പിന്നെ മറ്റൊന്ന്, വൈകിയ വേളയിൽ അവതരിപ്പിക്കുന്ന ഈ പ്രഖ്യാപനങ്ങൾ അത് ഏറ്റവും ഫലപ്രദമായി താഴെ തട്ടിലെത്തിക്കാനുള്ള നിങ്ങളുടെ മിഷണറിയുടെ മികവില്ലായ്മ, ഇതൊക്കെ തടസ്സമാകുമോ ശ്രീ ശൂരനാട്? മിസ്റ്റർ പി ശിവശങ്കരൻ ചോദിച്ചാൽ എനിക്ക് മനസ്സിലാകുമായിരുന്നു. പക്ഷെ ബിനോയ് വിശ്വത്തെ പോലെ ഒരാൾ ഇത് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കും. പാലം കടക്കുവോളം എന്നുള്ള ആ പദം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. എനിക്ക് വളരെ ബഹുമാനമുള്ള ആളാണ് ശിവശങ്കരൻ, അല്ല ബിനോയ് വിശ്വം, വളരെ ശ്രദ്ധാപൂർവ്വം വായിക്കുന്ന ആളാണ്. പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സംസാരത്തിൻ്റെ ഭാഗവും എനിക്ക് മനസ്സിലാകും. വയനാടാണ് പ്രശ്നം. പോട്ടെ, ഞാൻ അതിലോട്ട് വരാം. UPA സർക്കാരിൻ്റെ കാലത്ത് കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാൻ 76,000 കോടി രൂപ ചെലവാക്കിയ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുമെന്ന് പറഞ്ഞപ്പോൾ ഇതേ ആരോപണം ഉണ്ടായി. എവിടുന്ന് കൊണ്ടുവരും പണം? എവിടെയുണ്ട് പണം? ഇത് നടക്കുന്നതാണോ? 76,000 കോടി ഉറുപ്പിക എഴുതിത്തള്ളിയ UPA സർക്കാർ രണ്ടാമത് വരുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയിലെ എല്ലാ വീടുകളിലും ഒരാൾക്ക് തൊഴിൽ ഉറപ്പ് കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ആര് ചെയ്യും? ഒരു മിനിറ്റ് ഡോക്ടർ ശൂരനാട് രാജശേഖരൻ, ഞാൻ ഈ ചർച്ചയിലേക്ക് വേഗം മടങ്ങി വരാം. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി ഇന്നിപ്പോൾ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തുകയാണ്. നാളെയാണ് അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണവും അതിൻ്റെ ഭാഗമായുള്ള റോഡ് ഷോയും ഒക്കെ. അദ്ദേഹത്തെ സ്വീകരിക്കാൻ വലിയ തോതിലുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ, UDF പ്രവർത്തകരുടെ ആവേശം അതിന് പുറത്ത്, വിമാനത്താവളത്തിന് പുറത്ത് കാണാം. ഇന്ന് അദ്ദേഹം കോഴിക്കോട് തങ്ങുകയും നാളെ രാവിലെ വടകരയിലേക്ക് പോവുകയുമാണ് ഉണ്ടാവുക. രാവിലെ 11:30 അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം എന്നാണ് അറിയുന്നത്. ഇപ്പോൾ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. ഓക്കെ, നമുക്ക് ഈ ചർച്ചയോടൊപ്പം ആ ദൃശ്യങ്ങൾ ഇനി കാണാവുന്നതുമാണ്. ഡോക്ടർ ശൂരനാട്, താങ്കൾക്ക് തുടരാം. അപ്പോൾ ഞാൻ പറഞ്ഞത്, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി UPA സർക്കാർ അവതരിപ്പിക്കുമ്പോൾ ഇതേ വാക്കുകൾ വന്നു. ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും അതോടൊപ്പമുള്ളവരുമായിട്ടുള്ള വിശദമായ ചർച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങളത് അവതരിപ്പിച്ചത്. വിജയകരമായി നടത്തി. ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കാൻ സ്ഥലമില്ലാത്ത കോടാനുകോടി ആൾക്കാരുടെ കയ്യിലേക്ക് തൊഴിലുറപ്പ് പദ്ധതി പുറത്തു വന്നു. ഏറ്റവും അവസാനം, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഏറ്റവും അവസാനം മധ്യപ്രദേശും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ്, ഇതേ കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി പറഞ്ഞു, 50,000 5 വർഷക്കാലം കൊണ്ട് 50,000 കർഷകർ ആത്മഹത്യ ചെയ്ത ഈ രാജ്യത്ത് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ 24 മണിക്കൂറിനുള്ളിൽ ഈ കാർഷിക കടകൾ ഈ സംസ്ഥാനങ്ങളെ എഴുതിത്തള്ളുമെന്ന് പറഞ്ഞു. ആദ്യത്തെ ക്യാബിനറ്റ് യോഗം കൂടി മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും കാർഷിക കടകൾ എഴുതിത്തള്ളാനുള്ള ആർജവം രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തിനുണ്ടായി, നടപ്പായി എന്നുള്ളതാണ്. അപ്പോൾ ഈ നടപ്പായ കാര്യങ്ങൾ മാത്രമേ, നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്നുള്ള ആമുഖത്തോടു കൂടി മാത്രമാണ് ഇന്നലെ പ്രകടന പത്രിക കോൺഗ്രസ് പ്രസിഡന്റ് പുറത്താക്കിയത്. ഞങ്ങൾ ഇപ്പോൾ ന്യായ എന്ന് പറയുന്ന പദ്ധതി ഇടുമ്പോൾ അത് നടപ്പാക്കാനുള്ള മുഴുവൻ ഹോംവർക്കും, എത്രയോ കാലമായി ഹോംവർക്കും നടത്തിയതിന് ശേഷം രഘുറാം രാജിനെ പോലുള്ള ഏറ്റവും വിദഗ്ധന്മാരായ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരടക്കം, മൻമോഹൻ സിംഗ് അടക്കമുള്ളവരുമായിട്ട് ഒട്ടേറെ തവണ ഇന്ത്യയുടെ GDP റേറ്റും അതനുസരിച്ച് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നറിഞ്ഞതിന് ശേഷമാണ് 70,000 രൂപ ഒരു അക്കൗണ്ടിലേക്ക് 5 കോടി ജനങ്ങളുടെ കുടുംബങ്ങളിലേക്ക് എത്തിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ നടപ്പാക്കാനാണ്. കോൺഗ്രസ് നടപ്പാക്കിയ ചരിത്രമുണ്ട്. കോൺഗ്രസിന് മാത്രമേ ആ ചരിത്രം പറയാൻ പറ്റൂ, വേറൊരാൾക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അത് ബിനോയ് വിശ്വം കണ്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കൊരു വിഷമമാണ്. മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ പറയാം. അത് ശിവശങ്കരൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാതെ പോകുന്നത് ശരിയല്ല. ശിവശങ്കരൻ പറഞ്ഞു, ഇതിൻ്റെ 76ാമത്തെ പേജിൽ അതോ എത്രയോ ഒരു പേജിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയെ സ്ഥാപിക്കുമെന്ന് പറയുന്നത് തെറ്റാണ് എന്നാണ് പറയുന്നത്. ഞാനിത് കണക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ. രാഹുൽ ഗാന്ധി ഇവിടെ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി വരുമ്പോൾ ആവേശം അണപൊട്ടുകയാണ് പ്രവർത്തകരുടെ.
UDF പ്രവർത്തകന്മാർ അത്യാഹ്ലാദത്തിലാണ്. ിന്റെ 1% മാത്രമാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഈ ഗവൺമെന്റ് മാറ്റിവെച്ചത്. രാഹുൽ ഗാന്ധിയുടെ തരംഗം ഉണ്ടാവുകയാണ്. വലിയ ഭൂരിപക്ഷത്തോടെ രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് ജയിക്കും. ദേശീയ തലത്തിൽ ഒരു മതേതര ജനാധിപത്യ ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം പൂർണ്ണമായി വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. നാളെ നോമിനേഷൻ കൊടുക്കാനുള്ളതാണ്. നോമിനേഷൻ കൊടുത്തിട്ട് അദ്ദേഹം തിരിച്ചു പോകും. പിന്നീട് നിയോജക മണ്ഡലത്തിൽ വേറെ പരിപാടികൾ ഉണ്ടാകും. ഇന്ന് ഇവിടെ മുഴുവൻ ജനനിബിഡമാണ്. രാഹുൽ ഗാന്ധി എയർപോർട്ടിൽ വരികയാണ്. അതിലേക്ക് അവിചാരിതമായി പോവേണ്ടി വന്നു. ഞാൻ വരാം. പി ശിവശങ്കർ, നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് കർഷകർക്ക് നൽകുന്നത് അല്ലെങ്കിൽ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ചെയ്യുന്നത് GSTയുടെ പരിഹാരം, ഈ കാര്യങ്ങളൊക്കെ കോൺഗ്രസ് നേരത്തെ തന്നെ പലതവണയായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ആവർത്തനം അവരുടെ പട്ടികയിൽ വരുന്നു എന്നാണ്. പക്ഷെ നോക്കൂ, ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ ഊന്നാൻ ശ്രമിച്ചത് ഇതിനകത്ത് മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ടും സൈനിക വിന്യാസവുമായൊക്കെ ബന്ധപ്പെട്ടുമൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് നോക്കൂ, ഇവിടെ ഈ രാജ്യദ്രോഹ കുറ്റം ഒഴിവാക്കുമെന്നത്, കശ്മീരിലെ ആളുകളെ പരമാവധി വിശ്വാസത്തിലെടുക്കാൻ അവിടുത്തെ ആർമി ഡിപ്ലോയ്മെൻറ്റ് കുറയ്ക്കുമെന്നൊക്കെ പറയുന്നത് ജിഹാദികളെയും മാവോയിസ്റ്റുകളെയും സഹായിക്കാനാണ് എന്ന് പറഞ്ഞ് കാടടച്ച് വെടിവെക്കുന്ന എന്തിനാണ് നിങ്ങൾ? ആ സാഹചര്യത്തെ, ഇപ്പോഴത്തെ സാഹചര്യത്തെ കുറച്ചുകൂടി റിയലിസ്റ്റിക്കായി സമീപിക്കുന്നു കോൺഗ്രസ് എന്ന നിലക്കല്ലേ അതിനെ കാണേണ്ടത്? അല്ല നിഷാദ്, അതിനെ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽസിൽ കാണണം. കാശ്മീരിലെ തീവ്രവാദ ആക്രമണങ്ങളും മറ്റ് അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളും നമുക്കറിയാം 5 ജില്ലകളിൽ മാത്രമുള്ള പൂഞ്ച്, അനന്ത്നാഗ്, കാർഗിൽ തുടങ്ങിയ 5 ജില്ലകളിൽ മാത്രമുള്ള പ്രശ്നമാണ്. അതിനെ നിയന്ത്രിക്കുവാനായിട്ടുള്ള പരിമിതമായ നിയമങ്ങൾ മതി. പക്ഷേ ഏതാണ്ട് 20% ജില്ലകളിൽ നോർത്ത് ഈസ്റ്റ് അടക്കം മാവോയിസ്റ്റ് എന്നുള്ള തീവ്രവാദ സംഘടനകളാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു ദുർഘടമായ, നമ്മളുടെ അപകടകരമായ ജീവിത രീതിയെ കാണിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ അപകടമെന്ന് മൻമോഹൻ സിംഗ് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ മാവോയിസ്റ്റ് ഭീഷണിയെ കൂടി കണക്കിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള അഫ്സയും പോട്ടയും പോലുള്ള ശക്തമായ നിയമങ്ങൾ നടപ്പിലാക്കേണ്ടത്. അത് ഇന്ത്യയുടെ എക്കണോമിക്സിനെയും നമ്മുടെ ജനാധിപത്യത്തെയും കവർന്നു തിന്നുന്ന ഒരു ക്യാൻസർ തന്നെയാണ്. അത് എല്ലാ തരത്തിലും പാവപ്പെട്ട വരെ നിയന്ത്രിക്കുന്ന, അവനെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഭരണം നടപ്പിലാക്കാൻ നിൽക്കുന്ന ഒരു തീവ്രവാദ, അത് വിദേശ സംഘടനകളുടെ ഡയറക്റ്റ് ബന്ധമുള്ള തീവ്രവാദ സംഘടനയാണ്. അതവിടെ നിൽക്കുന്നു. ഞാൻ ശൂരനാട് രാജശേഖരൻ പറഞ്ഞതും ഇദ്ദേഹം ബിനോയ് വിശ്വം പറഞ്ഞ 2 കാര്യത്തിലേക്ക് കൊണ്ടുവരാം. ഒന്ന്, വിദ്യാഭ്യാസം. അദ്ദേഹം ഇടയ്ക്ക് പറഞ്ഞു, ഞാൻ കേട്ടത് 1% ഇപ്പോൾ തന്നെ 4.6% ആണ് നമ്മൾ GDPയുടെ വിദ്യാഭ്യാസത്തിന് ചെലവാക്കുന്നത്. കേന്ദ്രം ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞേക്കുന്നത് 6% ചെലവാക്കുമെന്നാണ്. അത്തരത്തിലുള്ളത് ആ ഡീറ്റെയിലേക്ക് കടാം. അതായത് 6% തന്നെ 2.66 crores ആണ് ഇപ്പോൾ ചെലവാക്കുന്നത്, ലക്ഷം കോടി രൂപ. ഇങ്ങനെ ചെലവാക്കി കഴിഞ്ഞാൽ 8.7 ലക്ഷം. ഇങ്ങനെ 6% എന്ന് വെച്ചാൽ 11% വരും. ആ കണക്ക് എൻ്റെ അടുത്തുണ്ട്, നമുക്കത് ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മുഴുവൻ കണക്കുകളും ചൂണ്ടിക്കാണിച്ചാലാണ് ഞാൻ പറയുന്നത് 27,000 കോടി രൂപയുടെ ബഡ്ജറ്റിൽ നമുക്ക് ഇത്തരത്തിൽ ന്യായം GDPയുടെ ഗ്രോത്ത്, അതിനകത്ത് 6% വിദ്യാഭ്യാസത്തിനും മറ്റുള്ള 10 ലക്ഷം പുതിയ തൊഴിൽ, 4 ലക്ഷം കൊടുത്തിറക്കി കഴിഞ്ഞാൽ 10 ലക്ഷം കോടി രൂപ ഓളം അധികം വരും. അതായത് കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ പകുതിയിൽ കൂടുതൽ വരുമെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ ബിനോയ് വിശ്വത്തിനോട് എനിക്ക് പറയാനുള്ളത്, താങ്കളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് തൊഴിലാളികളെയും പാവപ്പെട്ടവരെയും ഞങ്ങൾ തിരസ്കരിച്ചു അല്ലെങ്കിൽ അവരെ ദുർബലപ്പെടുത്തിയെന്നാണല്ലോ. ഞാൻ ചിലത് മാത്രം വായിക്കാം സാർ. ഞങ്ങൾ നടപ്പിലാക്കിയ കാര്യങ്ങൾ: ബോണസ് ആക്ട് ഭേദഗതി ചെയ്തിട്ട് 3500 രൂപയിൽ നിന്നും 7000 രൂപയ്ക്ക് വർദ്ധിപ്പിച്ച കേന്ദ്ര ഗവൺമെൻറ് അല്ലേ. എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് പരിധി 6500 നിന്നും 15,000 രൂപയായിട്ട് ഉയർത്തിയില്ലേ. EPF-ൽ അംഗമായ തൊഴിലാളികളുടെ മരണാനന്തര ആനുകൂല്യം ഈ 2.5 ലക്ഷത്തിൽ നിന്നും 6 ലക്ഷമായി ഉയർത്തിയില്ലേ. EPS മിനിമം പെൻഷൻ 1000 രൂപ എന്നത് 3000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചില്ലേ. ESI പരിധി 15,000 രൂപയിൽ നിന്നും 20,000 രൂപയായി ഉയർത്തിയില്ലേ. പ്രസവാവധി 12 ആഴ്ചയിൽ നിന്ന് 26 ആഴ്ചയായിട്ട് ഉയർത്തിക്കൊടുത്ത സർക്കാരല്ലേത്. ഗ്രാറ്റുവിറ്റി നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് 10 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷമായി ഉയർത്തിയില്ലേ. അംഗൻവാടി ശിവശങ്കരൻ, BMS അടക്കമുള്ള തൊഴിലാളി സംഘടനകൾ ഈ രാജ്യത്ത് വലിയ സമരം നടത്തി തൊഴിൽ ദ്രോഹ നടപടികൾക്കെതിരെ. സ്ഥിരം ജോലി എന്നൊന്നുണ്ടോ ഈ സർക്കാരിന്റെ കീഴിൽ? അങ്ങനെ ഒരു സമീപനം നിങ്ങൾക്കുണ്ടോ? ഇപ്പോൾ
നിഷാന്ത്, ഞാൻ നടത്തിയ കാര്യം ആര് സമരം ഞാൻ നടപ്പിലാക്കിയ കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്ര സർക്കാർ പാവപ്പെട്ടവർക്കും അംഗൻവാടി ജീവനക്കാർക്കും ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ടവരായത് ഒരു കാര്യം കൊണ്ട് ജയിക്കാം. മിനിമം കൂലി 210 നിന്ന് 350 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചില്ലേ? ദേശീയ തൊഴിലുറപ്പ് പദ്ധതി 100 രൂപയിൽ നിന്നും 200 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചില്ലേ? ഈ സർക്കാർ വന്നതിന് ശേഷമല്ലേ ഇതെല്ലാം നടന്നത്? മിനിമം വേജസ് ആക്ട് ബിനോയ് വിശ്വത്തിന് മറക്കാൻ പറ്റും? അല്ല, ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി നിങ്ങൾ ആകെ നീക്കി വെച്ചിട്ടുള്ള തുകയിൽ എത്രമാത്രം വർധന വരുത്തി, അതോ കുറവ് വരുത്തിയോ? അതുകൂടി പറയാമോ? വിഹിതം അല്ല, കഴിഞ്ഞ 2 തവണയിലായിട്ട് വർധന വരുത്തിക്കൊണ്ട് ഈ 250 രൂപ നൽകിയ സർക്കാരല്ലേ അത്? ഈ സംസ്ഥാന സർക്കാർ വരെ എത്ര തവണ ഈ പിണറായി വിജയൻ പറഞ്ഞല്ലോ, ഞാൻ ഈ അധികാരത്തിൽ വന്നാൽ മുഴുവൻ പെൻഷൻ നൽകുമെന്ന്. ആദ്യത്തെ 3 മാസത്തെ പെൻഷൻ അല്ലാണ്ട് 6 മാസത്തെ പെൻഷൻ നൽകിയ ഏതെങ്കിലും ഒരു വിധവയെ കാണിച്ചു തരാൻ പറ്റുമോ? ആ പെൻഷനിൽ തന്നെ ഇവിടെ പ്രളയത്തിന്റെ ദുരിതത്തിന്റെ ഫണ്ട് മാറ്റിയടച്ച സർക്കാരിനെ ന്യായീകരിക്കുന്ന ബിനോയ് വിശ്വത്തോട് എനിക്ക് പരിതാപമേ ഉള്ളൂ. ബിനോയ് വിശ്വത്തിന് പറയാൻ ഇപ്പൊ നിങ്ങളിപ്പോ പി ശിവശങ്കർ താങ്കൾ കുറെ പട്ടിക വായിച്ചു, ബിനോയ് വിശ്വത്തിനും വായിക്കാൻ പട്ടികയുണ്ട്. നിങ്ങൾ പറഞ്ഞ 2 കോടി തൊഴിലവസരങ്ങൾ എവിടെ എന്ന ചോദ്യത്തിന് തന്നെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഉത്തരവില്ലാത്ത ഒന്ന്. ഞാൻ പറയാം, ബിനോയ് വിശ്വം ഇവിടെ 8.5 ലക്ഷം EPF-ലെ ആൾക്കാർ, പുതിയ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. 8.5 ബില്യൺ നിങ്ങൾ എടുത്തു നോക്കൂ. ഞാൻ സംസാരിക്കുന്നത് സർക്കാരിന്റെ കണക്കാണ്. കഴിഞ്ഞ 40 വർഷത്തിനിടയ്ക്ക് ഏറ്റവും വലിയ ജോബ് ലോസ് ഉണ്ടായ സമയമാണ്. അല്ല, സർക്കാരിന്റെ കണക്കല്ല. അത് പുറത്താക്കിയ കേരളത്തിലെ ഒരു CPM നേതാവിന്റെ മരുമകൻ നൽകിയ ലീക്ക്ഡ് റിപ്പോർട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് ലേഖനങ്ങൾ തന്നെ. ഒറിജിനൽ വന്നിട്ടില്ലല്ലോ. വരില്ല. എവിടെ അതെന്താ വരാത്തത്? ഒറിജിനൽ വന്നിട്ടില്ലല്ലോ. നിങ്ങൾ കാണിക്കുന്നത് ലീക്ക്ഡ് റിപ്പോർട്ടാണ്. പല സംസ്ഥാന സർക്കാരിന്റെ എല്ലാ റിപ്പോർട്ടുകളും പുറത്തേക്ക് വന്നിട്ടുണ്ടോ? എല്ലാ സർക്കാരിന്റെ റിപ്പോർട്ടുകളും. നിങ്ങൾ വലിയ നേട്ടം ഉണ്ടാക്കിയെങ്കിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് പി ശിവശങ്കർ അതൊക്കെ പുറത്തുവിട്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് കയ്യടി വാങ്ങണ്ടേ? അതൊന്നും പുറത്തു വരുന്നില്ല ഇവിടെ. അല്ല, പുറത്തു വരാൻ നിങ്ങൾക്ക് 1500 വർഷക്കാലത്തിനുള്ളിൽ ഇത്രയും അപകടകരമായ താങ്കൾക്ക് വിശ്വാസം? സർക്കാരിന്റെ കണക്കിനാണ് വിശ്വാസം. സർക്കാരിന്റെ കണക്ക് വരട്ടെ എങ്കിൽ എന്നാണ് ഞാൻ പറയുന്നത്. സർക്കാരിന്റെ ഇപ്പോൾ ഏറ്റവും പുറത്ത് ഞാൻ പറഞ്ഞ 40 വർഷത്തിനിടയിലെ 45 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ജോബ് ലോസിനെ കുറിച്ച് മാത്രമല്ല, വർഷാവർഷം വരുന്ന സർക്കാരിന്റെ കണക്കെടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾ വാഗ്ദാനം ചെയ്ത തൊഴിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, നഷ്ടമുണ്ടാവുകയാണ്. തൊഴിൽ നഷ്ടം, തൊഴിലില്ലായ്മ നിരക്കല്ല കൂടുന്നത്, തൊഴിൽ നഷ്ട നിരക്കാണ് കൂടുന്നത്. ഗവൺമെന്റ് പറയുന്ന കണക്കാണ്. അല്ല, ആ വാദമുഖത്തോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളും പുറത്തോട്ട് വരുന്ന അവരുടെ EPF-ലായാലും അതാണ് വിശ്വസിക്കേണ്ടത്. അല്ലാണ്ട് ഏതെങ്കിലും മാസുകളിൽ വരുന്ന ഒരു വിദഗ്ധ സമിതിയുടെ യാതൊരു പരിഗണനയുമില്ലാത്ത ഒരു റിപ്പോർട്ടിനെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പറയാം, ബെൻസൺ ജോൺ, താങ്കൾക്ക് ആ കാര്യത്തിൽ ഒരു മറുപടി പറയാനുണ്ടോ? ഇവിടെ സർക്കാരിന്റെ ഡേറ്റ പലതും നമുക്ക് കിട്ടാനില്ല എന്ന പ്രശ്നം സത്യത്തിൽ ഈ നാട് വലുതായി അനുഭവിക്കുന്നുണ്ട്. വന്ന ഡേറ്റകളിന്മേലുള്ള വിവരവും പിന്നെ BJP നേതാക്കൾ അവതരിപ്പിക്കുന്ന കണക്കുകളും തൽക്കാലം വിശ്വസിച്ചാൽ മതി എന്നതാണ് പി ശിവശങ്കറിന്റെ വാദം. അല്ല, അത് നമ്മുടെ മുന്നിൽ വളരെ വ്യക്തമായിട്ട് അതിന് അനവധി തെളിവുകളുണ്ടല്ലോ. ഇതിനോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ വളരെ വ്യക്തമായിട്ട് എല്ലാ വർഷം പുറത്തിറക്കിക്കൊണ്ടിരുന്ന ഒരു നമ്പേഴ്സ് ഓഫ് ഫിഗേഴ്സ് ആണ് ഫാമേഴ്സ് സൂയിസൈഡ്സ്. അതുപോലും നമുക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കിട്ടുന്നില്ല. ഈ EPFO ഡേറ്റയുടെ പ്രശ്നം എന്താ പറയുക? EPFO ഡേറ്റ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ഇരിക്കുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ ജസ്റ്റിഫിക്കേഷൻ ഇതാണ്. EPFO നമ്പേഴ്സ് എന്ന് പറയുന്നത്. EPFO നമ്പേഴ്സ് എന്ന് പറയുന്നത് നോട്ട് എക്സാക്ട്ലി ന്യൂ ജോബ്സ് ക്രിയേറ്റഡ്. അതൊരു ഫേം EPFOയിലോട്ട് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് EPFOയുടെ ഭാഗമാകുകയാണ്. അത് പുതിയ ജോബ്സ് ആവണമെന്നില്ല. ഇറ്റ്സ് ജസ്റ്റ് എൻ അക്കൗണ്ടിങ് തിങ്. അപ്പോൾ ഇന്ത്യ എന്നും അൺഎംപ്ലോയ്മെന്റിന് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരിക്കലും EPFO ഫിഗേഴ്സ് അല്ല, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷന്റെ ഫിഗേഴ്സ് ആണ്. അത് ലോകം അംഗീകരിച്ചിട്ടുള്ള ക്വാളിറ്റി ഓഫ് ഡേറ്റയാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നിട്ടുള്ളത്. ആംഗസ് ഡീറ്റനെ പോലുള്ള നൊബേൽ ലോറേറ്റ്സ് വരെ അംഗീകരിച്ചിട്ടുള്ള പല പ്രശ്നങ്ങളും അവരായിട്ട് ഇടപെട്ട് ലോകത്തെ പല ഡെവലപ്ഡ് കൺട്രീസും യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അഡ്വാൻസ്ഡ് ഡേറ്റ ഇക്കോണോമെട്രിക് ടെക്നീക്സ് ഉപയോഗിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യയുടെ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. അവർ നടത്തുന്ന നാഷണൽ സാമ്പിൾ സർവേ ലോകത്തെ ഏറ്റവും വലിയ സാമ്പിൾ സർവേ ആണിത്. ഇതിന്റെ ക്വാളിറ്റിയെ പുറം ലോകത്തെ ഇക്കോണമിസ്റ്റുകളോ വേൾഡ് ബാങ്കോ ഒന്നും തന്നെ ഒരിക്കൽ പോലും ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. അതിനെയാണ് നമ്മുടെ സ്വന്തം ഗവൺമെന്റ് ഇപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഈ ഏതെങ്കിലും ഒരു പാനലല്ല ഇത്. ഗവൺമെന്റ് വെച്ചിട്ടുള്ള ഡൽഹി സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലെ എന്റെ അധ്യാപികയൊക്കെ ചോദിച്ചോട്ടെ, ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന് CBI-യെയും ഇവിടുത്തെ കോടതിയെയും ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷനെയും നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ ഈ സാമ്പിൾ സർവേ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റില്ലായിരുന്നോ? ഞങ്ങൾക്ക് അതിൽ കറക്ഷൻ ചെയ്യാൻ പറ്റില്ലായിരുന്നോ? അപ്പൊ
ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ഒരു മാനസിക സ്ഥിതി അല്ല, നിങ്ങൾ നിയന്ത്രിക്കുന്നതുകൊണ്ടാണല്ലോ ശിവശങ്കർ ആ ഡേറ്റ പുറത്തു വരാത്തത്. ശ്രമിച്ചതുകൊണ്ടാണല്ലോ ആ ഓർഗനൈസേഷനിലെ 2 പേര് രാജിവെച്ചു പോയത്. ഡേറ്റ ഇതുവരെ കഴിഞ്ഞ ഈ വർഷത്തെ വെച്ച് അതിന് മുമ്പിലത്തെ ഡാറ്റ വന്നിരുന്നല്ലോ സർ. നിങ്ങൾക്ക് EPFOനെ വിശ്വസിക്കാൻ പറ്റില്ല. ഡാറ്റ സംസ്ഥാന കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിൽ തന്നെയുള്ള സാമ്പിൾ സർവേ റിപ്പോർട്ടിനെ അംഗീകരിക്കാം. പക്ഷേ EPFOന്റെ പേയ്മെന്റ് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് അപലപനീയമാണ്. ചുരുക്കത്തിൽ പറഞ്ഞ ഒരു സ്വതന്ത്ര ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇങ്ങനത്തെ ഒരു മാധ്യമത്തിന്റെ റിപ്പോർട്ട് എനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അതൊരു ഫേം EPFOയിൽ രജിസ്റ്റർ ചെയ്യുക മാത്രമാണ്. ഇപ്പോൾ പുതിയൊരു ലോണിന് വേണ്ടി മറ്റു താങ്കളുടെ അഭിപ്രായമല്ലേ? ഇത്രയേറെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഇത്രയേറെ ശരി 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 ആ കാര്യത്തിലുള്ള തർക്കം വിടാം. ബിനോയ് വിശ്വം താങ്കളിലേക്ക്. പദ്ധതിയെ അംഗീകരിക്കില്ല എന്ന് പറയുന്നത് ബെൻസ്റ്റൺ ചുരുക്കി പറഞ്ഞാൽ താങ്കളുടെ രാഷ്ട്രീയ ദുഷ്ടലാക്കിന്റെ രൂപമാണ്. എനിക്ക് ശ്രീ ശിവശങ്കറിനോട് ഒരു പരാതിയുമില്ല. അദ്ദേഹം എന്തിനു വേണ്ടി നിയുക്തനായോ ആ ജോലി ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു RSS BJP പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ കേന്ദ്ര ഓഫീസിൽ നിന്നും എല്ലാ ദിവസവും കൃത്യമായി തയ്യാറാക്കി കൊടുത്തയക്കുന്ന കണക്കുകളും കാര്യങ്ങളും കടലാസുകളുമെല്ലാം ഇതുപോലെ ചർച്ചയിൽ വന്ന് പങ്കെടുക്കുമ്പോൾ വായിക്കുക, അവതരിപ്പിക്കുക, അതാണ് അവരുടെ ചുമതല. അദ്ദേഹം അത് ചെയ്യുന്നു, നല്ലവണ്ണം ചെയ്യാൻ ശ്രമിക്കുന്നു. എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ BJP ആസ്ഥാനത്ത് നിന്ന് RSSന്റെ സ്വയം സേവകന്മാർ തയ്യാറാക്കി അയക്കുന്ന ഈ ഒറ്റ കടലാസിനകത്തും സത്യത്തിൻ്റെ കണക്ക് പോലുമില്ല. അതുണ്ടാകുന്ന വാശിയില്ല BJPക്ക്. ഉണ്ടായി കൂടാകുന്ന വാശിയുള്ള പാർട്ടിയാണ് BJP. പ്രോപ്പഗൻഡയാണ് BJPയുടെ രാഷ്ട്രീയം. പ്രചാരവേലയ്ക്ക് വേണ്ടി മാത്രം എല്ലാം മറ്റിലേക്കുന്ന രാഷ്ട്രീയ ആശയത്തിൻ്റെ പാർട്ടിയാണ് BJP. RSSന് ആ വഴി കാണിച്ചു കൊടുത്തത് ഹിറ്റ്ലറാണ്, ഗീബൽസാണ്. ശരിക്കും പറഞ്ഞാൽ പ്രചാരവേല കൊണ്ട് മാത്രം ആടിനെ പട്ടിയാക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ 5 കൊല്ലക്കൽ ഇന്ത്യ കണ്ടതാണ്. ഇവിടെ വായിച്ചില്ലേ, നേട്ടപ്പട്ടിക വായിച്ചു. തൊഴിലാളികൾക്ക്, പാവങ്ങൾക്ക് ഇനി ഒന്നും കിട്ടാൻ ബാക്കിയില്ല, വേണ്ടതെല്ലാം കൊടുത്തു മോഡി ഗവൺമെൻറ്. ഇവിടെ ബ്രിട്ടീഷ് കാലം മുതൽ തൊഴിലാളിക്ക് വേണ്ടിയുള്ള നിയമങ്ങളുടെ എണ്ണം എടുത്താൽ 40-ൽ പരം വരും. ആ തൊഴിലാളി ക്ഷേമ നിയമങ്ങളെയെല്ലാം കെട്ടിപ്പൂട്ടി വെച്ച പാർട്ടിയും ഗവൺമെൻറ്റും ഏതാണ്? ആ സ്ഥാനത്തേക്ക് ലേബർ കോഡ്സ് എന്ന ഓമനപ്പേരിട്ടുകൊണ്ട് 4 നിയമങ്ങൾ മാത്രം മതിയെന്ന് വാശി പിടിക്കുന്ന ഗവൺമെൻറ് ഏതാണ്? BJP ഗവൺമെൻറ്റാണ്. ഈ ഗവൺമെൻറ് അല്ലേ പറഞ്ഞത് നമ്മുടെ നാടിന് സത്യപരമുള്ള അവകാശമില്ലെന്ന് പറഞ്ഞ ഈ ഗവൺമെൻറ് അല്ലേ? GDPയെ പറ്റി പറയുന്നു. GDP എന്താണ്? GDP ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള യാതൊരു മാനദണ്ഡവും പാലിക്കാത്ത കള്ളക്കണക്കെടുത്തല്ലേ ഇപ്പോഴത്തെ GDP. ആ GDPയുടെ താല്പര്യങ്ങളെ സർക്കാരിന് വേണ്ടി അനുകൂലമാക്കി മാറ്റാനായി ഈ എന്താ ചെയ്ത ഗവൺമെൻറ്? അടിസ്ഥാന വർഷം BJP ഗവൺമെൻറ് മാറ്റി എഴുതി. എന്നിട്ട് BJPയുടെ കാലത്ത് GDPയിൽ ഗ്രോത്ത്, വളർച്ച ഉണ്ടായത് കാണിക്കാൻ വേണ്ടി കാണിച്ച കള്ളക്കളി എല്ലാവർക്കും മനസ്സിലാകില്ലേ? ഇതെല്ലാം കാണിക്കുന്ന BJP അവർക്ക് അനുകൂലമല്ലായെന്നുണ്ടെങ്കിൽ നാഷണൽ സാമ്പിൾ സർവീസ് ഓർഗനൈസേഷനെ, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷനെ എല്ലാത്തിനെയും നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കുന്നു. അതിൽ എക്സ്പെർട്സിനെ എല്ലാം ചീർത്ത് വിളിക്കുന്നു. നുണപ്രചാരപരമാണ് അവരുടെ എല്ലാം വായടപ്പിക്കാൻ ശ്രമിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ലക്ഷണമൊത്ത ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ നുണ പറയുവാനും കള്ളക്കണക്ക് കാണിക്കുവാനും ഭീഷണിപ്പെടുത്താനും എല്ലാം ഉള്ള താല്പര്യത്തിൻ്റെ ഒരു രാഷ്ട്രീയം കാണുകയാണ് ഇവിടെ. അതിന് ശിവശങ്കറിനെ പോലെ ഒരാൾ കുറ്റവാളിയല്ല. അവരിപ്പോൾ അകപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ആ പാർട്ടിയുടെ അച്ചടക്കത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ചെയ്യേണ്ട പണിയതാണ്. ഇത് മൻമോഹൻ സിംഗിൻ്റെ കാലത്തതുപോലെ അല്ല. ആ കാര്യത്തിൽ അതിലൊന്നും കോൺഗ്രസിന് ഇതുപോലൊരു സുസംഘടിതമായിട്ടുള്ള നുണപറകൽ സംഘങ്ങളോ ഒരു ഫാസിസ്റ്റ് സേനാവ്യൂഹമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. BJP അങ്ങനെയല്ല. BJP എന്ന് പറഞ്ഞാൽ എല്ലാ രംഗത്തും ഇതുപോലെ സത്യത്തെ ബോധപൂർവം തലകീഴായി കെട്ടിത്തൂക്കി ആക്രമിക്കണം. അതിനുവേണ്ടി പോസ്റ്റ് ട്രൂത്ത് എന്ന തിയറിയാണ് ഇപ്പോൾ പറയുന്നത്. സത്യാനന്തര കാലത്ത് ഇങ്ങനെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് BJP പാറ്റുന്നുവെന്നാണ് നമുക്ക് അവസാനിപ്പിക്കാൻ നേരമായി വരികയാണ്. ശൂരനാട്, ഇവിടെ കുറെക്കാലം ഈ നാട് ഭരിച്ച കോൺഗ്രസ് ആണ്. ഇവിടുത്തെ ഇപ്പോഴും നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുകയും അതിന് പരിഹാരമുണ്ടാക്കാൻ ഇടപെടുകയും ചെയ്യുമെന്ന് പറയുന്നത്. ഒപ്പം തന്നെ പുതിയ കാലത്തെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നുമുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞ ഒരു പ്രതിസന്ധിയുണ്ട്, വിശ്വാസ്യതയുടെ പ്രശ്നം. രാഹുൽ ഗാന്ധി പറയുന്നത്
നടപ്പാക്കാനാകാത്ത ഒരു വാക്കും ഇതിനകത്ത് എഴുതി വെച്ചിട്ടില്ല എന്നതാണ്. അതിൻ്റെ പ്രായോഗിക സാധ്യതയെക്കുറിച്ച് വിമർശനം പലരും ഉന്നയിക്കുന്നുണ്ട്. വിശ്വാസ്യതയാണ് ഒന്നാമത്തെ പ്രശ്നം. എത്രത്തോളം പ്രതിബദ്ധതയോടെ ഇതിനുവേണ്ടി നിലകൊള്ളും, അതിനുവേണ്ടി കോൺഗ്രസ് എന്ന പാർട്ടിക്ക് അതിനോടൊപ്പം ചേരുന്ന മുന്നണിക്കും കഴിയുമെന്നത്. ആ പ്രശ്നത്തെ മറികടക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങളിത് ചെയ്യും എന്ന ബോധമുണ്ടല്ലോ, അതെങ്ങനെ സൃഷ്ടിച്ചെടുക്കും? ആ വിശ്വാസ പ്രശ്നത്തെ എങ്ങനെ മറികടക്കും? നിഷാന്ത്, ഞാൻ നേരത്തെ പറഞ്ഞ് പൂർത്തീകരിക്കാൻ പറ്റാതെ പോയതാണ്. പഴയകാല ചരിത്രങ്ങൾ മാത്രം എടുത്താൽ മതി. പഴയകാല ചരിത്രം എന്ന് പറയുമ്പോൾ 76,000 കോടി രൂപ കാർഷിക കടം എഴുതി തള്ളിയ UPA സർക്കാരിൻ്റെ കാലം. 3 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ കാർഷിക കടങ്ങൾ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും എഴുതി തള്ളിയ സ്ഥലം. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുമെന്ന് പറഞ്ഞപ്പോൾ പണം എവിടെയെന്ന് ചോദിച്ച അവരുടെ മുമ്പിൽ പണമുണ്ടെന്ന് കഴിഞ്ഞ് 10 വർഷക്കാലമായി നടപ്പാക്കുന്ന ഞങ്ങളുടെ പഴയ ചരിത്രം. ഇപ്പോഴും ഞങ്ങൾ പറയുന്നു, ഈ പ്രകടന പത്രികയിൽ ഏറ്റവും ജീവസുറ്റ കാര്യം എന്ന് പറഞ്ഞത് കർഷകർക്ക് മാത്രമേ ഒരു ബഡ്ജറ്റ്. പണ്ട് റെയിൽവേ ബഡ്ജറ്റ് എന്ന് പറഞ്ഞ് ബ്രിട്ടീഷ് ഗവൺമെൻറ് അവതരിപ്പിച്ച ചരിത്രം പോലെ തന്നെ ഞങ്ങൾ പറയുന്നു, ഭാരതത്തിൻ്റെ ജീവനാഡിയാണ് കർഷകൻ. അവരുടെ ആത്മഹത്യ 5 വർഷക്കാലം കൊണ്ട് 50,000 ആയി. ഞങ്ങൾ പറയുന്നു, കർഷകർക്ക് വേണ്ടി മാത്രമേ ഒരു ബജറ്റ് അവതരിപ്പിക്കും. അവരുടെ കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നു. നടപ്പാക്കാൻ കഴിയും. മൻമോഹൻ സിംഗിനെ പോലെ ലോകം അറിയപ്പെടുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, ലോകത്തെ മുഴുവൻ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെയും ഞങ്ങൾ ഇക്കാര്യത്തിൽ മുമ്പിൽ നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ 1 വർഷക്കാലത്തെ പഠനമാണ് ഇതിൻ്റെ പിന്നിൽ നടത്തിയിട്ടുള്ളത്. അത് കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞല്ലോ. ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കാൻ കഴിയുന്ന കാര്യം മാത്രമാണ് പറയുന്നത്. അല്ലാതെ ഗഡ്കരി പറഞ്ഞതുപോലെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പലതും പറയും, അത് നിങ്ങളെന്തിനാണ് വിശ്വസിക്കുന്നത്? ഇവിടെ നമ്മുടെ ശ്രീധരൻപിള്ളയും അത് തന്നെ പറഞ്ഞല്ലോ. അതൊരു തമാശയല്ലേ? ഞങ്ങൾക്ക് തമാശയല്ല. ഇത് ജീവൻ്റെയും 5 വർഷക്കാലം ഫാസിസത്തിലേക്ക് കൊണ്ടുപോയ ഒരു രാജ്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ, അതിൻ്റെ സാമ്പത്തിക പുരോഗതി മുന്നോട്ട് കൊണ്ടുവരാൻ കോൺഗ്രസ്. പി. ശിവശങ്കർ, താങ്കൾക്ക് വേഗം അവസാനിപ്പിക്കാം, ഒരു 30 സെക്കൻഡ് മാക്സിമം. സാർ, ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്ത് കൂടുതൽ പറയാൻ നിന്നത് ഈ ചർച്ചയിലെ ഈ മാനിഫെസ്റ്റോയിലെ തെറ്റുകൾ കണക്ക് തെറ്റുകളാണ്. ഇതിനെല്ലാം പറയുന്നു വരുന്നത് ഇതിൻ്റെ ബൂർഷ്വാ ഒരു മാനിഫെസ്റ്റോൻ്റെ ഫാസിസ്റ്റ് സർക്കാരിൻ്റെ ജനാധിപത്യ വിരുദ്ധ സർക്കാരിൻ്റെ നയങ്ങളാണ്. കണക്കുകൾ കൊണ്ട് ബന്ധിപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. നമുക്കറിയാമല്ലോ, ഗരീബി ഹടാവോ എന്ന് പറയുന്ന പ്രധാനമന്ത്രി ആ വാക്ക് മാറ്റുവാൻ ഇന്ന് രാഹുൽ ഗാന്ധിക്ക് വരെ കഴിഞ്ഞിട്ടില്ല. പട്ടിണിയുമായിരുന്നു. 2004 ഇവിടെ ആ മാനിഫെസ്റ്റോ എടുത്ത് ശൂരനാട് രാജശേഖരൻ വായിച്ചു നോക്കൂ. 2004 ഇവിടെ മുഴുവൻ ഇലക്ട്രിസിറ്റി കൊണ്ടുവരുമെന്ന് പറഞ്ഞ സർക്കാരാണ് മൻമോഹൻ സിംഗിന്റെ സർക്കാർ. അവർക്ക് ദാരിദ്ര്യം മാറ്റുമെന്ന മുദ്രാവാക്യം മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നതുപോലെ ശിവശങ്കർ നിങ്ങൾക്ക് ഹിന്ദുത്വ എന്നത് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് സൈന്യവും ഭീകരതയും എന്നത് മാറ്റി ജനങ്ങളുടെ വിഷയങ്ങളിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധിക്കണമല്ലോ. ഹിന്ദുക്കളെ പേടിച്ചോടുന്നു രാഹുൽ ഗാന്ധി എന്നതിനാണ്, അത് പറയാനാണ് മോദിക്ക് കൂടുതൽ ഇപ്പോഴും ഊന്നൽ. പ്രശ്നങ്ങളിലേക്ക്, ജീവൽ പ്രശ്നങ്ങളിലേക്ക് വരാൻ തയ്യാറാവുന്നില്ല എന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രകടന പത്രികകൾ എങ്ങനെ സ്വീകരിക്കപ്പെടും എന്നത് പ്രധാനപ്പെട്ട വിഷയമാണ്. അതിൽ വിശ്വാസ്യത പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ആ വിശ്വാസ്യത എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക, ഓരോ നാട്ടിലും അത് ഏതൊക്കെ പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് കയ്യടിയും സ്വീകാര്യതയും കിട്ടുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ചർച്ച അവസാനിപ്പിക്കാൻ നേരമായിരിക്കുന്നു. നന്ദി ശ്രീ പി. ശിവശങ്കർ, ഡോക്ടർ ശൂരനാട് രാജശേഖരൻ, ശ്രീ ബിനോയ് വിശ്വം, ഡോക്ടർ ശ്രീ ബെൻസ്റ്റൺ ഈ ചർച്ചയുടെ ഭാഗമായതിന്